ഇന്ന് ഈ മീറ്റിങ്ങിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതായിട്ടുള്ള പ്രിയ വിൽസരാജ് അച്ഛൻ, അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം ചെയ്തതായിട്ടുള്ള സത്യസന്തോഷ് കുമാർ അച്ഛൻ, ഈ കൺവെൻഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുനിൽകുമാർ അച്ഛൻ, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെ ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇപ്രകാരം നിങ്ങളോടൊപ്പം 3 ദിവസമായിരിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതായിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് സന്തോഷ് കുമാർ, ചാണി സഭാംഗമായിരിക്കുന്ന സന്തോഷ് കുമാർ, ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആദ്യമായി ഈ പ്രദേശങ്ങളിൽ വന്നത് അവരുടെ വീട്ടിലാണ്. ആനന്ദവല്ലി ടീച്ചറിൻ്റെ ഭവനത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. നോർത്ത് കേരള ഡയസിസിലുണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ മകൻ അവിടെ നിന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോർത്ത് കേരളയിലെ ചർച്ചിൽ പോയപ്പോൾ അച്ഛൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാനിടയായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അതിനുശേഷം 3 പ്രാവശ്യം ഇവിടെ കൺവെൻഷനിൽ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സംസാരിച്ചത് 2006 ഞാൻ ആദ്യത്തെ ദിവസം അത് ഓർപ്പിച്ചിരുന്നല്ലോ. ഏതായാലും ഈ വർഷം എനിക്ക് വരുവാൻ സാധിച്ചത് വളരെ സന്തോഷമായി, അനുഗ്രഹമായി. ഞാൻ 40 വർഷത്തോളം ഒരു ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ബൈബിൾ പഠനം വീഡിയോ രൂപത്തിലാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഒക്കെ കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രധാന ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ളവർക്കറിയാം, ജീവസന്ദേശം എന്ന് പറയുന്നതായിട്ടുള്ള പ്രോഗ്രാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അത് ക്രമമായി പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 5 വർഷം കൊണ്ടാണ് ആ പഠനം പൂർത്തിയാക്കുന്നത്. ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിലും അത് ലഭിക്കുന്നുണ്ട്. ദൈവം എനിക്ക് തന്നതായിട്ടുള്ളൊരു ദർശനപ്രകാരം ഞാൻ ആ ഒരു പഠനം, ഇത് ഞാൻ കണ്ടുപിടിച്ച പഠനമൊന്നുമല്ല. ഈ പഠനം അത് ഭാരതത്തിലെ ഏതാണ്ട് 150 ഭാഷകളിൽ ചെയ്യുവാനായിട്ട് ഞാൻ ചെയ്തിരുന്ന ശുശ്രൂഷയിലൂടെ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഇന്ന് തുടരുന്നുണ്ട്. വലിയ അനുഗ്രഹമെന്ന് ഞാൻ പറഞ്ഞ, നമ്മുടെ ഭാരതത്തിൽ ഇന്നും ഈ വചനം എത്തിയിട്ടില്ലാത്തതായിട്ടുള്ള അനേക കോടിക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു മുഖാന്തരമായി അവരുടെ മാതൃഭാഷയിൽ ചെയ്തതാണ് 150 ഭാഷകൾ എന്നുള്ളത്. അതുകൊണ്ട് ആ ശുശ്രൂഷയോർത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. പ്രോഗ്രാം നിങ്ങൾ കേൾക്കുക, അതിനകത്ത് വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. യൂട്യൂബിലാണെങ്കിലും ജീവസന്ദേശം എന്നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ മലയാളം ബൈബിൾ സ്റ്റഡി എന്നടിച്ചാൽ ചിലപ്പോൾ കിട്ടും. പിന്നെ ഈ സംഘടനയുടെ പേര് WRT, വേർഡ് റീസൗണ്ട്സ് ടുഡേ എന്ന് പറയുന്ന, നേരത്തെ അത് TWR എന്നായിരുന്നു, അതിനു മുൻപ് അത് വിശ്വവാണി എന്നായിരുന്നു. ഇപ്പോഴത് WRT എന്നുള്ള പേരിലാണ് ഈ യൂട്യൂബ് ചാനലുകളിൽ വരുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ഞാനിപ്പോൾ ചെയ്യുന്നത് കൂടുതലും അതും പിന്നീട് ഓൺലൈൻ മീറ്റിങ്സുമാണ് കൂടുതലും എടുക്കുന്നത്. നിങ്ങൾ എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ. എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമുള്ള നന്ദി പിന്നെയും ഞാൻ അറിയിക്കട്ടെ. എല്ലാവരോടും ഞാൻ വളരെയധികം അനുഗ്രഹമായി ഈ അവസരത്തെ കണ്ടു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാരംഭ ദിവസം ഈസ്റ്റർ സൺഡേ ആയിരുന്നല്ലോ. അന്ന് വൈകുന്നേരത്തെ ദൂതിൽ ഞാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ലോകചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സംഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഈസ്റ്റർ എന്നുള്ളത്. ഞാനതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. ഞാൻ അതിനകത്ത് സുവിശേഷങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഏറ്റവും വലിയൊരു സംഭവം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അവൻ്റെ 3-ാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനിയും ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവത്തെക്കുറിച്ചാണ്. ഇനിയും ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. മനുഷ്യരൊക്കെ വളരെ പരിഭ്രാന്തരായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചുറ്റുപാട് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. അച്ഛനിവിടെ ഓർപ്പിച്ചു, പണ്ട് ചൂട്ട് കത്തിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ഓർപ്പിച്ചു. ഇന്ന് തെങ്ങിൻ്റെ മുകളിൽ ചൂട്ട് നിൽക്കുന്നതല്ലാതെ നമ്മളാരും അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല, അല്ലേ? പണ്ടൊക്കെ ഫോണെന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ് സിസ്റ്റംസ് എന്ന് പറയുന്ന ആശയവിനിമയ സിസ്റ്റം, വാർത്താ സിസ്റ്റംസ് എന്ന് പറയുന്നതൊക്കെ മാറി. പണ്ടൊക്കെ ഒരാൾ വിദേശത്തോ മറ്റോ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒക്കുമോ നമുക്കൊരു
ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കാലം മാറി, എല്ലാം അങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, ലക്ഷ്യമെന്ത്, മരണത്തിനപ്പുറം ഞാൻ എവിടെ പോകും? ഈ ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ നാം അധിവസിക്കുന്ന അഖിലാണ്ടത്തിന് എന്ത് സംഭവിക്കും? പലതും കേൾക്കുമ്പോൾ നമുക്കൊക്കെ വളരെ ഞെട്ടലുണ്ടാകും. നമുക്ക് മനസ്സിലാകില്ല എന്താണ് സംഭവിക്കുന്നത്. ഇന്ന് അതുപോലെ തന്നെ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ വർദ്ധിച്ചതുപോലെ തന്നെ പ്രശ്നങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് ഒരു ശാശ്വത പരിഹാരമുള്ളത് എന്നെല്ലാവരും ചോദിക്കുന്നു. ഇത്രയെല്ലാം വളർച്ചയുണ്ടായിട്ടും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ദാരിദ്ര്യം. നമ്മുടെ രാജ്യം പോലൊരു രാജ്യത്ത് ബഹുഭൂരിപക്ഷം 24 മണിക്കൂറിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരുന്നില്ല. എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല? മാറാരോഗങ്ങൾ ഓരോ പ്രാവശ്യവും നമ്മൾ കോവിഡിൻ്റെ ആ ഭവിഷ്യത്തിന് നമ്മൾ ഇന്നും അതിനെ അതിജീവിച്ചിട്ടില്ല. അഴിമതി, അതുപോലെ തന്നെ വർണ്ണവർഗ വിവേചനം, സാക്ഷരതയില്ലായ്മ, അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആത്മീയമായിട്ടുള്ള നിലപാടുകളിൽ അന്ധകാരം, ആത്മീയ രംഗങ്ങളിൽ പോലും ഒരു അന്ധകാരം കാണാനായിട്ട് സാധിക്കുന്നു. ശാസ്ത്രങ്ങളിലൂടെ, സിദ്ധാന്തങ്ങളിലൂടെ, മതങ്ങളിലൂടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യൻ, എന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പരിമിതമായ താൽക്കാലികമായ പരിഹാരം മാത്രമേ ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കും ഈ പറയുന്ന മതങ്ങൾക്കും ഈ പറയുന്നതായിട്ടുള്ള സംവിധാനങ്ങൾക്കും ഒക്കെ പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഒരു പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ അതുപോലെ 9 പ്രശ്നം എഴുന്നേറ്റ് വരികയാണ്. അങ്ങനത്തേതാണ് പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻ്റർനെറ്റിൻ്റെ സംവിധാനം നമുക്കുണ്ടായി അത് എന്തുമാത്രം ഭവിഷ്യത്തിലേക്ക് ഒരു ഭാഗം നയിക്കപ്പെട്ടു എന്ന് കാണണം. ഇനി ഈ സൈബർ അറ്റാക്കും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വലിയ വിഷയങ്ങളായിട്ട് വരികയാണ്. ഒരു രാജ്യത്തെ തോൽപ്പിക്കുവാൻ തന്നെ ഈ വക കാര്യങ്ങൾ മതിയാകും എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. നമുക്കറിയാം, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ പേജർ പൊട്ടിത്തെറിക്കുക, ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തെ പേജർ പൊട്ടിത്തെറിക്കുക, മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുക, ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് നല്ല കണ്ടുപിടുത്തങ്ങൾ, മറുഭാഗത്ത് അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ നാം കാണുന്നു. അപ്പം 2 മാർഗങ്ങളെ ഇതിന് പറയാനായിട്ട് സാധിക്കൂ, അല്ലെങ്കിൽ പരിഹാരമായി കാണാൻ സാധിക്കൂ. ഒന്ന്, ഇംഗ്ലീഷിൽ പറയും സ്കെപ്റ്റിസിസം, അല്ലെങ്കിൽ സങ്കല്പിതം, ഊഹിക്കുക. ഇതാണ് പരിഹാരമെന്ന് ഊഹിക്കുക. രണ്ടാമത് വെളിപ്പാട്, റെവലേഷൻ. ഒന്നിൽ സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ വെളിപ്പാട്. അച്ഛൻ പ്രസംഗിച്ചപ്പോൾ യുക്തിവാദത്തെക്കുറിച്ച് പറഞ്ഞു. സ്കെപ്റ്റിസിസം മൊത്തം സങ്കല്പിതമാണ്, അല്ലെങ്കിൽ ഊഹാപോഹമാണ്, ചിന്തിക്കുകയാണ്, അങ്ങനെയാണ് സംഭവിക്കുന്നത്. മറ്റൊന്ന് വെളിപ്പാട്. അപ്പം ഇതിനുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല പരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ച ആളിനോട് തന്നെ അങ്ങ് ചോദിച്ചാൽ മതി. അതാണ് എളുപ്പം. ഇതൊക്കെ കണ്ടുപിടിച്ച ആളിനോട് ചോദിച്ചാൽ മതി. അതാരാണ്? ദൈവം, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ ദൈവം. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭ ദിവസം പറഞ്ഞത്, സകലത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ബൈബിൾ ദൈവം നൽകിയ വെളിപ്പാടാണ്, ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ. ഞാൻ അന്ന് പറഞ്ഞു, ഏതാണ്ട് 2000 പ്രാവശ്യം ഡയറക്റ്റായും പിന്നീട് 2000 പ്രാവശ്യം പരോക്ഷമായി, ഇൻഡയറക്റ്റായും ഇതിനകത്ത് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് യഹോവ അരുളി ചെയ്തു, ദൈവം പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ബൈബിൾ ദൈവം നൽകിയ വെളിപ്പാടാണ്. അതിനകത്ത് ഊഹാപോഹമൊന്നുമില്ല, ദൈവം നൽകിയ വെളിപ്പാടാണ്. നമ്മുടെ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ഓർത്തോണം. അപ്പം നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളെ ഈ ആയുസ്സിലും വരുവാനുള്ളതിലും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒന്നത്രേ ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിൾ. ഈ ആയുസ്സിലും ഇതിനപ്പുറവും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതാണ്.
ബൈബിൾ ദൈവത്തിൻ്റെ ശബ്ദം മനുഷ്യ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഞാനെന്നത് പറയുന്നു, ഇൻസ്പിറേഷൻ. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം മനുഷ്യ വാക്കുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ബൈബിൾ. ബൈബിൾ ഏറ്റവും ആധികാരികമായ ചരിത്ര രേഖയാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഞാനത് മുൻപോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ നാം വസിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഈ അഖിലാണ്ടത്തിൻ്റെ സമയവിവര പട്ടിക ദൈവം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് സൃഷ്ടാവായ ദൈവം ഇത് സൃഷ്ടിച്ചത് വെറുതെ ഒരു രസത്തിന് സൃഷ്ടിച്ചതല്ല. അവനതിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഖിലാണ്ടത്തിൻ്റെ ഒരു സമയവിവര പട്ടിക, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ബൈബിൾ വളരെ കൃത്യമായി പറയുന്നു. ദൈവം മനുഷ്യവർഗത്തോട് ഓരോ കാലത്ത് വ്യത്യസ്തമായ വിധത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യവർഗത്തോട് ഇടപെട്ടിരിക്കുന്നത് ഓരോ കാലത്ത് ഓരോ വിധത്തിലാണ് ഇടപെട്ടത്. അത് ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയാണ്. അതിനെ ബൈബിളിൽ യുഗങ്ങൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ബൈബിളിലെ മൊത്തം യുഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ ആ പദം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മലയാള പരിഭാഷയിൽ അത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോകം എന്ന പദത്തിലാണ്. ലോകം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഈ ദുഷ്ടലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വായിച്ച് അറിയാൻ സാധിക്കും, ദിസ് ഈവിൾ ഏജ് എന്നാണ് ഉപയോഗിച്ചിട്ട്, ഈ ഈവിൾ ഏജ്. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ, 49-ാം വാക്യത്തിൽ, മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. പറഞ്ഞാൽ അത് യുഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എബ്രായ ലേഖനം 9:26 പറയുന്നതാണ്. അപ്പോൾ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ യുഗങ്ങൾ എന്നുള്ളത്. അപ്പം ഈ അഖിലാണ്ടത്തിൻ്റെ പദ്ധതി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് യുഗങ്ങളിലൂടെയാണ്. 7 യുഗങ്ങളുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർ പറയും അത്രയും ഇല്ല, അത് കുറവാണെന്ന്. ചില വേദ പഠിതാക്കൾ പറയും അതിൽ കൂടുതലുണ്ടെന്ന് പറയും. ഞാൻ 7 യുഗങ്ങളെ ആണ് കാണുന്നത്. ഞാൻ പെട്ടെന്ന് അതൊന്ന് പറയാം, എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വിഷയമായ ഏറ്റവും ഒടുവിലത്തെ യുഗത്തിലേക്ക് പോയി ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ യുഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 3-ാം അധ്യായം 5-ാം വാക്യം വരെ വരുന്ന ഭാഗമാണ് ഒന്നാമത്തെ യുഗം. ഇതിന് വിളിക്കുന്നത് നിഷ്പാപയുഗം എന്നാണ്. പാപമില്ലാത്ത എന്നർത്ഥത്തിൽ നിഷ്പാപയുഗം എന്നാണ് ഈ യുഗത്തെ വിളിക്കുന്നത്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യൻ്റെ വീഴ്ച വരെയുള്ള കാലയളവാണത് ഈ ഒന്നാമത്തെ യുഗമെന്ന് പറയുന്നത്. ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സൃഷ്ടിപ്പായിരുന്നു. ദൈവം 6 ദിവസം ഓരോന്ന് സൃഷ്ടിച്ചിട്ട് ദൈവം പറയാണ് നല്ലത് നല്ലത് നല്ലത്. ധാർമ്മിക നിലവാരമുള്ളവനായി, ആത്മിക ഉൾക്കാഴ്ചകളുള്ളവനായി, സ്പിരിച്വൽ ബീയിങ്, ആത്മിക മനുഷ്യരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മഹത്വവും മാനവും അണിഞ്ഞവനായിരുന്നു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ. ദൈവവുമായുള്ള അഭേദ്യമായ കൂട്ടായ്മയിൽ അവൻ ജീവിച്ചു. അവന് ആസ്വദിക്കുവാൻ ദൈവം എല്ലാം നൽകി, ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എന്തിനധികം ദൈവവുമായിട്ടുള്ള ആ ബന്ധം അത്ര ദൃഢമായിരുന്നു ആ കാലയളവിൽ. അങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അതിനെ നിഷ്പാപയുഗം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ യുഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ 9-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വരെ. ഉൽപ്പത്തി 3:6 മുതൽ 9:29 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കാലയളവിനെ മനസാക്ഷി യുഗമെന്നാണ് വിളിക്കുന്നത്. മനസാക്ഷി യുഗം. ഈ കാലയളവ് 2000 വർഷത്തെ കാലയളവാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ 11-ാം അധ്യായം വരുമ്പോഴേക്ക് ഏതാണ്ട് 2000 വർഷത്തെ ചരിത്രമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏദനിൽ നിന്നും മനുഷ്യൻ വെളിയിലാക്കപ്പെട്ടപ്പോൾ കൊണ്ടുവന്ന ഒരേ ഒരു പൈതൃകം മനുഷ്യൻ കൊണ്ടുവന്നത് നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള കഴിവ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മനസാക്ഷി. മറ്റേതൊക്കെ അവന് നഷ്ടപ്പെട്ടു. അവൻ കൊണ്ടുവന്നത് മനസാക്ഷി മാത്രമാണ്
അവൻ വെളിയിൽ വന്നപ്പോൾ കൊണ്ടുവന്നത്. ഇത് ഒരു വീണ്ടും ഈ വീഴ്ച സംഭവിച്ച അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ടിരുന്ന മനുഷ്യനെ, പൂർണ്ണനായിരുന്ന മനുഷ്യനെ, നിഷ്പാപയുഗത്തിൽ നിഷ്കളങ്കനായിരുന്ന മനുഷ്യൻ്റെ തൊട്ടടുത്ത യുഗമായിരുന്നതിനാൽ ആ യുഗവും വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു യുഗമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പലർക്കും അതിനെക്കുറിച്ച് അത്ര വിശദമായി അറിയില്ല എങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം മാത്രം 1650 വർഷത്തെ ചരിത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം മാത്രം 1650 വർഷത്തെ ചരിത്രമാണ്. ഞാനെങ്ങനെ അറിഞ്ഞെന്നല്ലേ, വീട്ടിൽ പോയിട്ട് 5-ാം അധ്യായം എടുത്തിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെ വയസ്സൊന്ന് കൂട്ടി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് മാജിക്കൊന്നുമില്ല. 5-ാം അധ്യായത്തിൽ വംശപാരമ്പര്യം പറയുന്നുണ്ട്, ആദാം മുതലുള്ള വംശപാരമ്പര്യം. അത് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 1650 വർഷത്തെ ചരിത്രമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കായീൻ്റെ വംശപാരമ്പര്യമാണ് അവിടെ കാണുന്നത്. അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാഗരികതയായിരുന്നു, ഒരു സിവിലൈസേഷനായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരെന്തൊക്കെയായിരുന്നു? സംഗീതത്തിൻ്റെ കണ്ടുപിടിച്ചു, പിന്നെ അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളത് കണ്ടുപിടിച്ചു. അവർ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ പരിപാലനം കണ്ടുപിടിച്ചു. പട്ടണങ്ങൾ അവരുണ്ടാക്കി. അതുപോലെ തന്നെ ലോഹങ്ങളിൽ പ്രവർത്തിക്കുന്നു. ലോഹം എവിടുന്ന് കിട്ടി? ഓർക്കണം, ഇന്ന് ലോഹം കുഴിച്ചെടുത്ത് വലിയ വലിയ കനികളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുഴിച്ചെടുത്ത ലോഹമുണ്ടാക്കുന്ന ആ ചരിത്രം നമ്മൾ പഠിച്ചാൽ കാണാൻ സാധിക്കും. ഇതിന് മുഴുവനും അവർക്ക് പ്രാപ്തിയുള്ളൊരു കാലമായിരുന്നത്. 1-2 ആളല്ലായിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന ഏതാനും പേരുടെ പേരല്ല. ഒരു വീട്ടിൽ 10, 20, 30 കുട്ടികളൊന്നും ആയിരുന്നില്ല. ഒരുത്തൻ 600 വർഷം 800 വർഷം ജീവിച്ചിരുന്നാൽ എന്തുമാത്രം കാണും ഒരു കുട്ടികൾ? അന്ന് ഈ പറയുന്ന കുടുംബാസൂത്രണമൊന്നുമില്ല. എത്ര വേണേലും ആകാമായിരുന്നു. കാരണം ലോകം മുഴുവൻ നിറയ്ക്കാനായിട്ടാണ് ദൈവം പറഞ്ഞത്, സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകുവീനെന്ന്. കോടിക്കണക്കിന് ആളുകൾ പാർത്തിരുന്ന ഒരു കാലമാണത്. ഞാനങ്ങനെ അറിഞ്ഞെന്നല്ലേ, ഞാൻ അറിഞ്ഞത്. നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1650 വർഷത്തിൽ ഒരു വ്യക്തി എത്ര തലമുറകളെ ഉണ്ടാക്കിയെടുക്കും? അത് മുഴുവൻ അവിടെ സംഭവിച്ചു. അത്ര നാഗരികത, അത്ര സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു കാലമായിരുന്നത്. ഒരു തോന്നിയതുപോലെ. അതേസമയം തന്നെ മനുഷ്യന് പറ്റിയ ഒരു പരാജയം, മനസാക്ഷി യുഗമായിരുന്നത് കൊണ്ട് ഓരോരുത്തർ തോന്നിയതുപോലെ ജീവിച്ചു. ഏതാണ്ട് 1650-ൽ പരം വർഷം ഈ യുഗത്തിൽ മനുഷ്യൻ തനിക്കിഷ്ടമുള്ളതുപോലൊക്കെ നടന്നു. കല, ശാസ്ത്രം, വ്യവസായം എന്നിവയെല്ലാം തുടങ്ങി. അതോടൊപ്പം തന്നെ ധാർമ്മിക അധപ്പതനമുണ്ടായി. ഈ ഭാര്യത്വം എന്ന് പറയുന്നത് അവിടെയാണ് ആരംഭിക്കുന്നത്. ലെമുവേലിനെ കുറിച്ച്, ലെമുവേലല്ല, ഓക്കെ, നമ്മൾ വായിക്കുന്നുണ്ട്. കായീൻ്റെ ഒരു മകനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ 1-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന ധാർമ്മിക അധപ്പതനം അവിടെ ഉണ്ടായി. ആഭിചാര്യത്തിൻ്റെ ദുഷ്ടതയും കൂടി കലർന്നു. സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ യുഗം ജലപ്രളയത്തിൽ അവസാനിച്ചു. 8 മനുഷ്യരൊഴികെ ബാക്കി മുഴുവൻ പേരെയും ന്യായം വിധിച്ചു. നോഹയും അവൻ്റെ കുടുംബവും മാത്രം അവശേഷിച്ചു. 3-ാമത്തെ യുഗം മനുഷ്യ നിയമങ്ങളുടെ യുഗമാണ്. മനുഷ്യ യുഗം. ഉൽപ്പത്തി പുസ്തകം 10, 11 അധ്യായങ്ങളിൽ നാം അതാ വായിക്കുന്നത്. മനുഷ്യ നിയമങ്ങളുടെ യുഗമാണ്. സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവകാശം, അതുവരെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്ന അവകാശം ഈ പറഞ്ഞ യുഗത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിന്നാണ് ബാക്കിയുള്ളവർ വരുന്നത്. മൊത്തം സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന കാലമാണ് ഈ നോഹയ്ക്ക് ശേഷമുള്ള കാലം. ന്യായാധിപൻ്റെ വാള് നോഹയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ നോഹയുടെ പരമ്പരയിൽ വന്ന നിമ്രോദ് ആ വാൾ ഉപയോഗിച്ച് വെട്ടിപ്പിടിക്കുന്നതിനായി ശ്രമിച്ചു. ഓർക്കണം, നോഹയ്ക്ക് കൊടുത്തത് ന്യായാധിപൻ്റെ വാളാണ്. എന്നാൽ നിമ്രോദ് അത് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്നതിനും വെട്ടിപ്പിടിക്കുന്നതിനും ഉപയോഗിച്ചൊരു കാലം. ഇത് ആ സമയത്താണ് ബാബേൽ ഗോപുരപ്പണി ഉണ്ടാകുന്നത്. ഇതൊക്കെ കഥകളല്ല, ഇതൊക്കെ സംഭവങ്ങളാണ്, നടന്നതാണ്, ചരിത്രമാണ്. അപ്പം അവർ ഒരു ഗോപുരം പണിതു, ബാബേൽ ഗോപുരം. നമുക്കറിയാം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതില്ലല്ലോ.
അത് 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗോപുരം പണിത്. ഒന്ന്, ഒരു രാഷ്ട്രീയ ഐക്യത്തിൻ്റെ പ്രതീകമായി ബാബേലിൽ ഒരു വലിയ പട്ടണം അവർ പണിതു. ബാബേലിൽ അവരൊരു വലിയ പട്ടണം പണിതു. എന്നിട്ട് അത് രാഷ്ട്രീയ ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു. എന്നിട്ട് മതത്തെ മുഴുവൻ ഒരു കൊടിക്കീഴിൽ അണിനിരത്തുവാൻ ആ പട്ടണത്തിലൊരു വലിയ ഗോപുരം പണിതു. അതിൻ്റെ മുകളിൽ അവിടെ പറയുന്നത് അവർ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം. അത് എക്സാജറേഷനാണ്, അതിശോക്തിയാണ്. പക്ഷേ അത്ര ഉയരത്തിൽ അത് പണിതു. സംസ്കാരങ്ങളെ മുഴുവൻ ഒരുമിച്ച് നിർത്തുവാൻ ഒരു ഭാഷ, ലോകം മുഴുവൻ ഒരു ഭാഷയുമായിരുന്നു. അപ്പം രാഷ്ട്രീയമായി ഒരുമിച്ച് നിൽക്കുവാൻ, അതുപോലെ തന്നെ മതം ഒരുമിച്ച് നിൽക്കുവാൻ, അതുപോലെ തന്നെ സംസ്കാരമായി ഒരുമിച്ച് നിൽക്കുവാൻ അവർ ചിന്തിച്ചതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവർ പറഞ്ഞതെന്താണെന്നറിയാമോ? നമുക്ക് ഒരു പട്ടണം പണിയുക, നമുക്ക് ഒരു ഗോപുരം പണിയുക, നമുക്ക് എന്നുള്ളതായിരുന്നു അവരുടെ ആപ്തവാക്യം. നമുക്ക്. മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു മതനിരപേക്ഷ സമൂഹമായിരുന്നു അവരുടെ ലക്ഷ്യം. ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യനിർമ്മിതമായൊരു മതനിരപേക്ഷ സമൂഹം. ഈ മതനിരപേക്ഷ, മതേതരമെന്നൊക്കെ കേൾക്കുമ്പോൾ ഒട്ടും നമ്മൾ ആവശ്യമില്ലാതെ ആകർഷിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ മതനിരപേക്ഷ, മതേതരമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ദൈവേതരമാണ്. അത് ഓർത്തോണം. മതം വഷളായി പോയതുകൊണ്ട് മതത്തെ വേണ്ട എന്ന് നമ്മളും പറയും. പക്ഷേ ഈ മതനിരപേക്ഷ അല്ലെങ്കിൽ മതേതരമെന്ന് വാതോരാതെ സംസാരിക്കുന്നവർ പറയുന്നത് ദൈവത്തെ വേണ്ടാന്ന്. സൂക്ഷിച്ചോണം അത്. അതുകൊണ്ട് നമ്മൾ വളരെ ബാലൻസ്ഡായിട്ട് വേണം അത് ചിന്തിക്കാൻ. അപ്പം ഇവർ അങ്ങനെ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾക്കറിയാമോ, ആ സമൂഹം ഇന്നും ഭൂമിയിലുണ്ട്. അവരുടെ സന്താന പരമ്പരകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു എപ്പോഴെങ്കിലും ഒരു സമയത്ത് എനിക്ക് വരാൻ സാധിച്ചാൽ അത് ഞാൻ വിശദീകരിക്കാം. അത് നമ്മൾ എവിടെ വായിക്കുന്നുണ്ടെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ പറയുന്ന അന്ന് ആരംഭിച്ച ആ സംവിധാനം അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഇന്നുമുണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് പറയുന്നത് തുടങ്ങിയത് എവിടെയാണെന്നറിയാമോ? ബാബേൽ ഗോപുരത്തിങ്കൽ തുടങ്ങിയതാണ്. അവരിലൂടെയാണ് ഇത് വന്നത്. ദൈവത്തെ അവോയ്ഡ് ചെയ്ത് ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു സംവിധാനത്തിനൊരു തുടക്കം കുറിച്ചു. അതാണ് 3-ാമത്തേത്, മനുഷ്യ നിയമങ്ങളുടെ യുഗം. 4-ാമത്തെ യുഗം, അതിനെ വാഗ്ദത്ത യുഗം എന്നാണ് വിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വരെയുള്ള കാലയളവാണത്. ഉൽപ്പത്തി 12 മുതൽ പുറപ്പാട് 20 വരെ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു, അബ്രഹാം. അതുവരെ മുഴുവൻ മനുഷ്യവർഗത്തെയാണ് ദൈവം പരിഗണിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. അവനൊരു രാഷ്ട്രവും ഒരു മനുഷ്യവർഗത്തെ തിരികെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ അവന് ഒരു സന്തതിയെയും ദൈവം വാഗ്ദാനം ചെയ്തു. അതുകൊണ്ടാണ് അതിനെ വാഗ്ദത്ത യുഗമെന്ന് പറയുന്നത്. വാഗ്ദത്ത യുഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുന്നവരെ നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം മുതൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം വരെ കാണുന്നത് 5-ാമത്തെ യുഗമാണ്. അതിനെ ന്യായപ്രമാണ യുഗം എന്നാണ് വിളിക്കുന്നത്. ന്യായപ്രമാണ യുഗം ഏകദേശം 1500 വർഷം നീണ്ടുനിന്ന ഒരു കാലയളവാണ് ന്യായപ്രമാണ യുഗം. മോശയിലൂടെ ദൈവം ന്യായപ്രമാണം നൽകി. 10 കൽപ്പനകളിൽ സമ്മറൈസ് ചെയ്തിരിക്കുന്ന, സംഗ്രഹിച്ചിരിക്കുന്ന ഈ പ്രമാണങ്ങൾ മൂല്യങ്ങൾക്കും ആചാരങ്ങൾക്കുമൊക്കെയായി ദൈവം മനുഷ്യന് മോശയിലൂടെ നൽകി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമയമായപ്പോഴേക്കും മനുഷ്യർ അതിനെ മാനുഷ്യ കൽപ്പനകളാക്കി മാറ്റി. ദൈവകൽപ്പനകളെ ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ചേർത്ത് അവരെത്രയും മനുഷ്യ കൽപ്പനകളാക്കാമോ അതാക്കി തീർത്തു. ഫലമോ? ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നവനെ അവർ കൊന്നു. ഈ യുഗം അവസാനിക്കുന്നത്, അതായത് ന്യായപ്രമാണ യുഗം അവസാനിക്കുന്നത്, ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയായ ഇസ്രായേലിന് ദൈവം കൊടുത്തിരുന്നത് തിരികെ എടുത്തു. ആ ജാതിയെ ഭൂമിയുടെ അറ്റം വരെ ചിതറിച്ച് കളഞ്ഞു. അങ്ങനെയാണ് ആ യുഗം അവസാനിക്കുന്നത്. AD 70
യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേൽ ജാതി മുഴുവൻ ഛിന്നഭിന്നമായി പോയി, ചിതറിപ്പോയി. ഇന്നുവരെ അവർ തിരികെ ബൈബിളിൻ പ്രകാരം അവർ തിരികെ വന്നിട്ടില്ല. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ രാഷ്ട്രം ബൈബിളിലെങ്ങുമുള്ള രാഷ്ട്രമല്ല. ഓർത്തോണം, ബൈബിളിൽ ആ രാഷ്ട്രത്തെ പറയുന്നില്ല. ആ രാഷ്ട്രം ഇനിയും വരുന്നത് സഭഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ബൈബിളിൽ ആ രാജ്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. അതൊരു സെക്കുലർ രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ പേര് പറയുന്നതുകൊണ്ടോ ചിലർക്ക് വല്ലാതൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ബൈബിളിൽ പറയുന്ന രാജ്യമല്ല ഇന്നത്തെ ഇസ്രായേൽ. പലരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചും പ്രസംഗിക്കുമ്പോൾ ഇന്ന് ഇസ്രായേലിൽ നടക്കുന്നതൊക്കെ എടുത്തു പറയാറുണ്ട്. അത് തികച്ചും ബൈബിൾ വിരുദ്ധമാണ്. ഇന്ന് ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ബൈബിളിൽ പറയുന്ന സംഭവങ്ങളല്ല. അതൊക്കെ ഏതൊരു സംഭവത്തെ നമുക്ക് ഇതിനോട് ചേർത്ത് കെട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം AD 70 ദൈവം അവനെ തള്ളി. എന്നിട്ട് ദൈവം ഒരു പുതിയ വർഗത്തെ അല്ലെങ്കിൽ ഒരു പുതിയ ജാതിയെ ദൈവം സൃഷ്ടിച്ചു പെന്തക്കോസ്ത് നാളിൽ. അതാണ് സഭ, ക്രിസ്തീയ സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അവരെ ഭൂമിയുടെ അറ്റം വരെ ചിതറിച്ച് കളഞ്ഞു. ഇത്രയധികം ഭയാനകമായ പീഡനത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരു ജാതിയില്ല. എന്താ കാരണമെന്നറിയാമോ? അവർ മശിയായവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. അവൻ ദൈവത്തിൻ്റെ പുത്രനെ അവർ അവർ തന്നെ ചോദിച്ചു വാങ്ങിയതാ. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളിലും വരട്ടെ എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വന്നു. ഇന്ന് വരെ അവർ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഉള്ളത്, ഞാൻ വീണ്ടും പറയട്ടെ, ഇപ്പോഴുള്ളത് ബൈബിളിൻ പ്രകാരമുള്ളൊരു ഇസ്രായേൽ അല്ല. ചില പറയും AD 1948 വീണ്ടും യഥാസ്ഥാനപ്പെട്ടത് ബൈബിളിൻ്റെ പ്രവചന നിവൃത്തിയാണെന്ന്. ഒരിടത്തും ഞാൻ അതിനൊരു ഒരു സപ്പോർട്ട് കാണുന്നില്ല. അല്ല, അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, 6ാമത്തെ യുഗം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം, അതായത് സഭയുടെ ജന്മദിനം മുതൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം വരെ നീണ്ടുകിടക്കുന്ന കൃപായുഗം, സഭായുഗം എന്ന് പറയുന്നതാണ് 6ാമത്തെ യുഗം. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയേറ്റ് മനുഷ്യനെ തൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ദീർഘക്ഷമയുടെ ഒരു യുഗമാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന യുഗം. ഈ യുഗത്തിൽ ദൈവം ജാതികളെ സന്ദർശിച്ച്, ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്തവരെ സന്ദർശിച്ച് അവരിൽ നിന്നും ഒരു കൂട്ടത്തെ തൻ്റെ നാമത്തിനായി അവൻ വേർതിരിക്കുന്നു. അതാണ് സഭ. നിങ്ങളും ഞാനുമൊക്കെ ആയിരിക്കുന്ന പദവി എന്ന് പറയുന്നത് നമുക്കാർക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. പലപ്പോഴും നമ്മളത് വളരെ ലാഘവത്തോടെ കാണാറുണ്ട്. അപ്പം ദൈവം ഒരു ജാതിയെ വേർതിരിച്ചു. സഭ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും അവൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുന്നു. അതുകൊണ്ടാണ് സഭായുഗം എന്നതിനെ വിളിക്കുന്നത്. ഇത് സഭായുഗമാണ്, കൃപായുഗമാണിത്, കൃപായുഗം. എന്നാൽ ഈ സഭായുഗം അവസാനിക്കും. സഭായുഗം അവസാനിക്കുന്നത് സഭയെ ഭൂമിയിൽ നിന്നും എടുത്തുകൊള്ളപ്പെടും. അപ്പോഴാണ് ഈ സഭായുഗം അവസാനിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പഴയ നിയമ വിശുദ്ധന്മാർ ഉയർക്കത്തില്ല. ക്രിസ്തുവിൽ മരിച്ചവർ പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയിലെ അംഗങ്ങളായി തീർന്നിട്ടുള്ള ആളുകൾ ഉയർത്തെഴുന്നേൽക്കും. അവർ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ജീവനോട് ശേഷിക്കുന്ന നാം, പൗലോസ് പറയുന്നുണ്ട്, ജീവനോട് ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ ജീവനോടെ ഭൂമിയിൽ ശേഷിക്കുന്ന സഭയിലെ അംഗങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിനെ, ഇന്നലെ ഞാൻ സംസാരിച്ച വിഷയമാണ്, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അങ്ങനെയാണ് സഭായുഗം അവസാനിക്കുന്നത്. സഭായുഗം അവസാനിക്കുന്നത് അത് അവിടെ മുതൽ രാജ്യത്തിൻ്റെ യുഗമാണ്. ദ ഏജ് ഓഫ് കിങ്ഡം എന്ന് പറയും. രാജ്യത്തിൻ്റെ യുഗമാണ് പിന്നെ സംഭവിക്കുന്നത്. സഭായുഗം അവസാനിച്ചു,
രാജ്യത്തിൻ്റെ യുഗം ആരംഭിക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവെങ്കിലാണ്. രാജ്യത്തിൻ്റെ യുഗത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 20, 21, 22 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് പല ഭാഗങ്ങളുണ്ട്, പക്ഷേ കാലക്രമം നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ യുഗം, ദ കിങ്ഡം ഏജിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 20, 21, 22 വാക്യങ്ങളിൽ പറയുന്നു. ക്രിസ്തുവിൻ്റെ വരവിന്, ഇനിയും കർത്താവിൻ്റെ അടുത്ത വരവിന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, 3 ഘട്ടങ്ങളുണ്ട്. ഈ 3 ഘട്ടങ്ങളിൽ ഒന്നാമത്തേതാണ് മധ്യാകാശത്തിൽ വരിക എന്ന് പറയുന്നത്. സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരിക. അത് ചിലരതിനെ ഉൾപ്രാവണമെന്ന് പറയും. ഉൾപ്രാവണമെന്ന് പറയുന്നതിനെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള പ്രയോഗമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്കറിയില്ല, ഏതായാലും നിങ്ങൾക്ക് സംഗതി മനസ്സിലായല്ലോ. കർത്താവ് മധ്യാകാശത്തിൽ വരും. 7 വർഷം കഴിഞ്ഞ് മധ്യാകാശത്തിൽ വന്ന് സഭ എടുക്കപ്പെടും. സഭയിലെ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ ചേരും. ജീവനോടെ ശേഷിക്കുന്ന സഭ, കർത്താവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവനോട് ചേരും. അവർ എടുക്കപ്പെടും. അങ്ങനെ എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷം കഴിഞ്ഞ് കർത്താവ് സഭയുമായി ഭൂമിയിലേക്ക് വരും. ഇതെല്ലാം ആ വാക്യങ്ങളിൽ ഞാൻ പറയാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഉൾപ്രാപണം അല്ലെങ്കിൽ സഭ എടുക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2, 3 വാക്യങ്ങളൊക്കെ പറയുന്നത് മധ്യാകാശത്തിലെ വരവിനെക്കുറിച്ചാണ്. സഭയുമായി ഭൂമിയിലേക്ക് വരുന്ന വരവിനെക്കുറിച്ചാണ് 1 തെസ്സലോനിക്കർ 3:13 പറയുന്നത്, സക്കറിയ പ്രവചനം 14:14 പറയുന്നത്, മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഈ ഭാഗങ്ങൾ മുഴുവൻ പറയുന്നത് കർത്താവ് സഭയുമായി 7 വർഷം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ഭൂമിയിലേക്ക് വന്നിട്ട് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. എന്നിട്ട് അന്ത്യന്യായവിധി ഉണ്ടാകും. ഞാൻ ഇനി ഭാവികാല സംഭവങ്ങളെക്കുറിച്ച്, ഞാൻ ഇത്രയും നേരം യുഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും ഈ ഒടുവിലത്തെ യുഗത്തിൽ അല്ലെങ്കിൽ കിങ്ഡം ഏജിൽ രാജ്യത്തിൻ്റെ യുഗത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ തരാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ ക്രമം ഞാൻ പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അത് അടുത്ത് ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവാണ്. അടുത്ത് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നു. എന്നിട്ട് അവൻ അങ്ങനെ അവൻ വരുമ്പോൾ സഭ അവനോടൊപ്പം ചേർക്കപ്പെടും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കുന്ന അതാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 തെസ്സലോനിക്കർ 4:13 മുതൽ 18 വരെ പരാമർശിക്കുന്ന അതാണ്. അവിടെയൊക്കെ പരാമർശിക്കുന്ന അതാണ്. അവൻ സഭ എടുക്കപ്പെടും. അപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം അവിടെ വെച്ച് നടക്കും. അതാണ് ബൈബിൾ പറയുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവിന് അടയാളമായി, ലക്ഷണമായി ബൈബിളിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും വന്നിട്ട് അത് നടക്കുന്നു, ഇത് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഓർത്തോണം, ബൈബിളിൽ പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് വരുന്നതിൻ്റെത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത് മുഴുവനും അവൻ സഭയുമായി ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ്. കാരണം അവൻ മധ്യാകാശത്തിൽ വരുന്നത് കള്ളനെ പോലെ വരുന്നത്. ഏത് കള്ളനാ ഫോൺ വിളിച്ച് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ വീഡിയോ വരുമെന്ന് പറയുന്നത്? ഏത് കള്ളനാ പറയുന്നത് ഞാൻ ഒരാളെ വിട്ടിട്ട് പറയുകയാണ് ഞാൻ ചിലപ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ കക്കാൻ വരുമെന്ന്? ആരും പറയത്തില്ല. അവൻ കള്ളനെ പോലെയാണ് വരുന്നത്, മധ്യാകാശത്തിൽ വരുന്നത്. അങ്ങനെ അവൻ വരുമ്പോൾ അവൻ വരുന്നത് സഭയെ ചേർക്കാനാണ് വരുന്നത്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിന് യാതൊരു അടയാളവും പറഞ്ഞിട്ടില്ല. പ്ലീസ്, ഒരുപാട് പേര് ഇത് വളരെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്, ആകെ ചിന്താക്കുഴപ്പത്തിലാക്കാറുണ്ട്. ചില വിദ്വാൻമാർ ചിന്തിക്കാറുണ്ട് അടയാളം തുടങ്ങുമ്പോൾ ഞാനങ്ങ് രക്ഷിക്കപ്പെട്ടോളാം, പിന്നെ വരുമ്പോൾ അങ്ങ് പോകുമോ എന്ന്. വെറുതെയാ, ഇവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. ഇവിടെയും കിടക്കത്തില്ല, നരകത്തിൽ പോവും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുള്ള ആളുകളെ ചേർത്തുകൊള്ളുവാൻ അവൻ മധ്യാകാശത്തിൽ വരും. അതിന് യാതൊരു അടയാളവും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ
അടുത്ത വരവിന് ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഓ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ ഓർക്കണം, നമ്മളെക്കാട്ടിൽ മിടുക്കന്മാരായിരുന്നു യഹൂദന്മാർ. അവർ ആ മതം മുഴുവൻ കാത്തിരുന്നത് മശിഹയുടെ വരവിന് വേണ്ടിയിട്ടാണ്. മതം മുഴുവൻ നോക്കിയിരുന്നതും ഒരു വീണ്ടെടുപ്പുകാരൻ വരുന്നു, ഒരു മശിഹ വരുന്നു എന്നാണ്. മശിഹ ബേത്ലഹേമിൽ ജനിച്ചു. കിഴക്കുന്നുള്ള വിദ്വാൻമാർ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തി. ഹേരോദാവ് ആകെ അങ്കലാപ്പിലായി. അവൻ അവിടെയുള്ള പണ്ഡിതന്മാരെ വിളിച്ചു, പുരോഹിതന്മാരെ വിളിച്ചു, ശാസ്ത്രിമാരെ വിളിച്ചു. അവരോട് ചോദിച്ചു, ഇവരെന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, പിന്നെ നമുക്കറിയാവുന്ന വിഷയമല്ലേ, മശിഹ വരുന്നു, അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് നമുക്കൊക്കെ അറിയല്ലേ. എന്നിട്ട് ഈ മണ്ടന്മാരിൽ ഒരൊറ്റയൊരെണ്ണം അത് വിശ്വസിച്ചില്ല. ഒരുത്തനെങ്കിലും വിശ്വസിച്ചിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനേയും ഇത്രയും കഷ്ടപ്പെട്ട് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരുടെ കൂട്ടത്തിൽ നമുക്ക് ഒരാൾക്ക് പോകാമെന്ന്. അവർ വിശ്വസിച്ചില്ല. ഇന്നും സഭയുടെ സ്ഥിതി അതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശു നാളെ വരുന്നെങ്കിൽ സഭാ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുമെന്ന്? ഇല്ലില്ലില്ല, ഒഴിഞ്ഞു കൊടുക്കത്തില്ല. കാരണം അത് നമ്മുടെ രാജ്യമെന്ന് പറഞ്ഞിരിക്കുക നമ്മൾ. യഹൂദന്മാരുടെ സ്ഥിതി അതായിരുന്നു. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് വല്ലതും സംഭവിക്കുമോ എന്ന് ചോദിച്ച് മണ്ടത്തരം കാണിക്കരുത്. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിനെക്കുറിച്ച് 700 പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. 700 എണ്ണവും അക്ഷരാർത്ഥത്തിൽ നിറവേറി. അവൻ ക്രൂശിൽ കിടന്ന്, നിങ്ങളൊക്കെ ധ്യാനിച്ചതാണ്, ക്രൂശിൽ കിടന്നപ്പോൾ പറഞ്ഞ 7 മൊഴികൾ അത് മുഴുവനും 22-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു CSI പള്ളി പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് 22-ാം സങ്കീർത്തനം ചൊല്ലുകയായിരുന്നിരിക്കാം, അതുകൊണ്ടാണ് ഈ 7 മൊഴി വന്നതെന്ന്. അല്ല, പലതും അവൻ പറഞ്ഞത് വചനത്തിൻ്റെ നിവൃത്തിയായിട്ടായിരുന്നു. അപ്പം യേശുവിൻ്റെ മധ്യാകാശത്തിലെ വരവ് അത് വാസ്തവമായി സംഭവിക്കുവാൻ പോകുന്ന കാര്യമാണ്. ഒന്നുകിൽ വിശ്വസിക്കുക, അവനോടുകൂടി എടുക്കപ്പെടുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുക. ഇതിന് ഇടയ്ക്കൊരു മാർഗമില്ല. നാം വളരെ ശ്രദ്ധിക്കണം. അതിന് യാതൊരു അടയാളവും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. ഒന്നാമത് 10 കന്യകമാരുടെ ഉപമ, രണ്ടാമത് താലന്തുകളുടെ ഉപമ, മൂന്നാമത്തേത് ഉപമയല്ല, പക്ഷേ ഉപമയായിട്ട് കാണാം, കർത്താവിൻ്റെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. ഈ 3 കാര്യം പറയുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്ത വരവിൻ്റെ 24-ാം അധ്യായത്തിൽ മുഴുവൻ സംസാരിക്കുന്നത് അടുത്ത വരവിനെ കുറിച്ചാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ. എന്നിട്ട് ആ പറഞ്ഞതിനെ ശക്തിപ്പെടുത്താനായിട്ടാണ് 25-ാം അധ്യായത്തിൽ ഈ ഉപമകൾ പറഞ്ഞിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഉപമ നോക്കിക്കേ, 10 കന്യകമാരുടെ ഉപമ. അതിൽ 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. ഇനി ആ കൈയൊന്ന് എടുത്തേര്. ഓക്കെ, റൈറ്റ്. 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേര് ബുദ്ധിയില്ലാത്തവരായിരുന്നു. 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേര് ബുദ്ധിയില്ലാത്തവരായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് ബുദ്ധിയില്ലായിരുന്നു? അവരെല്ലാം കാത്തിരിക്കുകയായിരുന്നു. സമയം അറിയാമായിരുന്നെങ്കിൽ അവർ ആ സമയത്ത് നോക്കിയിരുന്നേനെയും. അവരെല്ലാം ഈ 10 കന്യകമാരും ഒരുപോലെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോൾ മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളി ഉണ്ടായി, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങുക എന്ന്. എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് കത്തിക്കാൻ നോക്കി. 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. ഈ 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. അപ്പം എണ്ണയുണ്ടായിരുന്ന ഈ 5 പേരോട് എണ്ണയില്ലാതിരുന്ന 5 പേര് പറഞ്ഞു, ഞങ്ങളുടെ വിളക്ക് കത്താതിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും കൂടി നിങ്ങളുടെ എണ്ണയിൽ അല്പം തരണേ. അവർ പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാതെ വരാതിരിക്കാൻ നിങ്ങൾ പോയി വിൽക്കുന്നവരുടെ നിന്ന് മേടിച്ചോളാൻ. അപ്പോൾ ഈ 5 പേര് എണ്ണ മേടിക്കാനായിട്ട് വെളിയിലേക്ക് പോയപ്പോൾ മണവാളൻ വന്നു, കഥ കടച്ചു. പിന്നീട് അവർ തിരിച്ചു വന്ന് മുട്ടിയിട്ട് തുറന്നില്ല. എന്താണ് എണ്ണ? എണ്ണ എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആർക്കാ ഉള്ളത്? നിങ്ങളും ഞാനും കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ നമ്മുടെ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ, വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നു. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ഈ 5 പേര് രക്ഷിക്കപ്പെട്ടവർ, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞു, 5 പേര് വീണ്ടും ജനനം പ്രാപിച്ചായിരുന്നു, 5 പേര് വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്തവരായിരുന്നു. ഇന്നും സഭയിൽ ഈ ബുദ്ധിയുള്ളവരെയും ബുദ്ധിയില്ലാത്തവരെയും നമുക്ക് കാണാം. ശ്രദ്ധിച്ചോണം. അപ്പോൾ
മണവാളൻ വരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും അവർക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. 5 പേര് തള്ളപ്പെട്ടു, 5 പേര് എടുക്കപ്പെട്ടു. സഭയിൽ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ സഭാജനങ്ങൾ എന്ന് ചിന്തിച്ച് ഇന്നും വീണ്ടും ജനനാനുഭവം ഇല്ലാത്തവർ തള്ളപ്പെടും എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത് കാണാൻ പോകുന്നത്, കർത്താവ് മധ്യാകാശത്തിൽ വരികയും സഭ അവനോടൊപ്പം ചേർക്കപ്പെടുകയും ചെയ്യും. അവിടെ കുഞ്ഞാടിൻ്റെ കല്യാണം സംഭവിക്കും. അത് കഴിയുമ്പോൾ 10 യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു തലവൻ എഴുന്നേൽക്കും. 10 യൂറോപ്പിലെ ഒരു യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കിയിട്ട്, അന്നാണ് ഈ റോമ സാമ്രാജ്യം തിരിച്ചു വരുന്നത്. 10 യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു തലവനുണ്ടാകും. അവൻ ഇസ്രായേലുമായി 7 വർഷത്തേക്കൊരു ഉടമ്പടി ചെയ്യും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അതാണ്. ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഭരണകർത്താവ് ഒരു ഉടമ്പടി ചെയ്യും. 3.5 വർഷം കഴിയുമ്പോൾ, ഈ ഉടമ്പടി 7 വർഷത്തേക്കാണ് ചെയ്യുന്നത്, 3.5 വർഷം കഴിയുമ്പോൾ അവൻ ആ ഉടമ്പടി ലംഘിക്കും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാം വാക്യം. അവനാണ് അന്തിക്രിസ്തു, എതിർ ക്രിസ്തു, ആൻറ്റിക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവൻ യഥാർത്ഥത്തിൽ മനുഷ്യനാണ്, പിശാചൊന്നുമല്ല. അവനെ മൃഗമെന്ന് പറയുന്നുണ്ട്, അവനെ അങ്ങനെ പല പേരുകൾ വിളിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അതുപോലെയുള്ള ചില ആളുകളെ ഇന്ന് ലോകം മുഴുവൻ അടക്കി ഭരിക്കുവാൻ ശ്രമിക്കുന്ന ചില ആളുകളെ നമ്മളും അങ്ങനെ കാണാറുണ്ട്. ഇന്ന് ഒരുപാട് പേരുണ്ട്, ഞാൻ രാജ്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവർ എങ്ങനെയും സകലത്തെയും അടക്കി ഭരിക്കാനായിട്ടുള്ള ശ്രമമാണ്. നോർത്ത് കൊറിയയിലൊക്കെ സംഭവിക്കുന്ന അതാണ്. ആർക്കും ഒരക്ഷരം മിണ്ടാൻ സാധിക്കത്തില്ല. ലോകം മുഴുവൻ അവൻ അടക്കി ഭരിക്കും. അവൻ്റെ പ്രതിമ, അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു, ഇവിടെ എന്താ പറയുന്ന അറിയില്ല, എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ അവൻ യെരുശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3ഉം 4ഉം വാക്യങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അതിനുശേഷം 5-ാമതായി ഇവൻ ലോകരാഷ്ട്രങ്ങളെ മൊത്തം നിയന്ത്രിക്കാൻ തുടങ്ങും. ആദ്യം യൂറോപ്യൻ യൂണിയൻ മാത്രമായിരുന്നു, ഇന്നത്തെ യൂണിയൻ അല്ല, അത് വ്യത്യസ്തമായൊരു യൂണിയൻ ആയിരിക്കും. അവൻ ഈ 10 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അവൻ ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അവിടെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവനെ മൃഗമെന്ന് വിളിച്ചിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെ മൊത്തം നിയന്ത്രിക്കുകയും എല്ലാവരും അവനെ ആരാധിക്കുവാൻ നിർബന്ധിക്കും. ഈ സമയത്താണ് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്ന മഹാപീഡനം ദൈവം അയക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് സഭയിലെ അംഗങ്ങളായി തീർന്നിട്ടുള്ള ആരും മഹാപീഡനത്തിലൂടെ പോകില്ല. അതിനു മുമ്പേ സഭ എടുക്കപ്പെടും. സഭ മഹാപീഡനത്തിലൂടെ പോകുമെന്ന് ബൈബിളിൽ ഞാൻ പഠിച്ചിട്ടെങ്കിലും കാണുന്നില്ല. ചില ആളുകൾ അത് പ്രസംഗിക്കാറുണ്ട്. ഇല്ല, പോകില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുണ്ട്. എന്നിട്ട് ഇവിടെ മഹാപീഡനം ആരംഭിക്കും. 7 വർഷത്തിൻ്റെ ഒടുവിൽ കർത്താവായ യേശുക്രിസ്തു സഭയുമായി ഭൂമിയിലേക്ക് വരും. സകല ശത്രുക്കളെയും അവൻ അന്ന് കീഴടക്കും. ബൈബിളിൽ അവൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളെല്ലാം അന്നാണ് സംഭവിക്കുന്നത്. അവൻ്റെ ആ വരവിന് തൊട്ടു മുൻപ് സംഭവിക്കുന്നതാണ്. അത് നിങ്ങളെയും എന്നെയും ബാധിക്കുന്ന വിഷയമല്ല. കാരണം കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവിൽ നാം എടുക്കപ്പെട്ടെങ്കിൽ നാം അവനോടുകൂടെ തിരികെ വരും. എടുക്കപ്പെട്ടില്ലെങ്കിൽ തള്ളപ്പെടും. അന്നേരം ഈ പറയുന്ന സമയത്ത് ഉണ്ടായിരിക്കുകയില്ല. ഇസ്രായേൽ അവനെ ഈ പറയുന്ന സമയത്ത് ഇസ്രായേൽ യഹൂദജനം അവനെ മശിഹായായി അംഗീകരിക്കുകയും പഴയ നിയമ വിശുദ്ധന്മാരും പീഡനകാല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മാത്രമാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. പഴയ നിയമ അബ്രഹാമും ദാവീദും യോഹന്നാൻ സ്നാപകൻ വരെയുള്ള അല്ലെങ്കിൽ ക്രൂശിലെ കള്ളൻ വരെയുള്ള എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? കർത്താവ് സഭയുമായി ഭൂമിയിലേക്ക് വരുമ്പോൾ. ഇതിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ക്രിസ്തു തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. അപ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. സക്രിയാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അവിടെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. 1000 ആണ്ട് വാഴ്ച അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമിയിൽ സംഭവിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പല ടെർമിനോളജി ഇവിടെ ഉണ്ട്. 1000 ആണ്ടെന്നൊക്കെ പറയും, ഒത്തിരി നീണ്ടുപോയില്ലേ? നിത്യത എന്ന് പറഞ്ഞാൽ എന്താ? അതിലും കൂടുതൽ നീണ്ടില്ലേ? 900 വർഷമൊക്കെ
കായിൻ്റെ സമയത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നില്ലേ? അപ്പോൾ 1000 ആണ്ടെന്ന് പറയുന്നത് അത്ര ദീർഘമായി തോന്നുമോ? യഥാർത്ഥ ഭരണം എന്തെന്ന് അന്ന് കർത്താവ് ലോകത്തെ കാണിക്കും. അന്നിവിടെ കർത്താവിനെ അംഗീകരിക്കാത്തവരുമുണ്ട്, പക്ഷെ കർത്താവിനെ അവരനുസരിക്കും. സാത്താനെ ബന്ധിച്ച് എല്ലാവരും ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. അന്ന് എല്ലാം വ്യത്യസ്തമാകും. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സമയം പോലെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചാൽ മതി. അതിനകത്ത് അത് കൃത്യമായി പറയുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ കുറച്ചു കാലത്തേക്ക് അഴിച്ചുവിടുന്നു. ആ സമയത്ത് അത് വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും സാത്താനെ കുറച്ച് അഴിച്ചുവിടും. ആ സമയത്ത് അവൻ അനേകരെ ദൈവത്തിനെതിരായി തിരിക്കും എന്ന ആ ഭാഗത്ത് വായിക്കുന്നു. ഈ സമയം ഇന്ന് നമ്മൾ വായിച്ച പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലെ സംഭവം നടക്കുന്ന ഈ സമയത്താണ്. ഈ സമയം ദൈവം ഭൂമിയെ അഗ്നിക്കിരയാക്കും. ഇപ്പോഴത്തെ ഭൂമിയുടെ അവസാനം അപ്പോഴാണ് ഉണ്ടാകുന്നത്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 7, 10, 11 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ അന്നേരം ഉണ്ടാകും. അവിടെ പറയുന്നത് മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയും, ഭൂമി വെന്തുപോകും. ഓർക്കണം, പത്രോസ് ഇത് എഴുതിയ സമയത്ത് എല്ലാവരും ചിരിച്ചു. മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയുമെന്ന് പറഞ്ഞാൽ വായു കത്തുമോ? വെള്ളം കത്തുമോ? ഈ ഭൂമി കത്തുമോ? ഇല്ല. വെള്ളം എങ്ങനെ കത്തുന്നത്? എല്ലാവരും ചിരിച്ചു. പത്രോസ് അറിവില്ലാത്തവൻ എഴുതി വിട്ടതാണ്. ആർക്കാണ് ഇത്രയും വലിയ കാര്യം കിടക്കുന്നത്? കാരണം അതുവരെ ലോകം വിശ്വസിച്ചിരുന്നത് പ്ലേറ്റോ എന്ന് പറയുന്ന ഈ ഗ്രീക്ക് തത്വജ്ഞാനി പഠിപ്പിച്ച കാര്യമാണ്. ഗ്രീക്ക് തത്വജ്ഞാനി പഠിപ്പിച്ചത്, പ്ലേറ്റോ പഠിപ്പിച്ചു, പദാർത്ഥത്തിനൊരു ശാശ്വത രൂപമുണ്ട്, പദാർത്ഥം നഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ അത് നഷ്ടപ്പെടുന്നത് പോലെ വന്നാൽ അത് വേറെ ഒരു രൂപത്തിലായിത്തീരും എന്നാണ് പ്ലേറ്റോ പഠിപ്പിച്ചത്. അതിനൊരു ശാശ്വത രൂപമുണ്ട്. ദ ഇറ്റേണൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന പ്ലേറ്റോയുടെ പഠിപ്പിലായിരുന്നു ലോകം അതുവരെ കണ്ടിരുന്നത്. ഈ മുക്കുവനായിരുന്ന പത്രോസ് പറയുകയാണ്, മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയും. എല്ലാവരും ചിരിച്ചു തള്ളി. എന്നാൽ 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി രാവിലെ 8:45 ഹിരോഷിമയിൽ വീണതായിട്ടുള്ള അണുബോംബ് തെളിയിച്ചു പത്രോസാണ് ശരി, പ്ലേറ്റോ തെറ്റാണെന്ന്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബിലൊക്കെ അത് ലഭ്യമാണ്, കേട്ടു നോക്കണം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഒരു സെക്കൻഡിൻ്റെ 1 സെക്കൻഡിൻ്റെ 1 ദശലക്ഷം ഭാഗമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കും. 1 സെക്കൻഡിൻ്റെ 1 ദശലക്ഷം സമയത്തിനുള്ളിൽ ഈ ചൂട് 150 ദശലക്ഷം ഡിഗ്രി ഫാരൻഹീറ്റായിട്ട് വർദ്ധിച്ചു. ഈ ബോംബ് വീണെടുത്തും അതിൻ്റെ പരിസര പ്രദേശത്തും എന്താണ് ഉണ്ടായിരുന്നെന്ന് ആർക്കും ഒരു ഊഹവുമില്ല. എവിടെ പോയെന്ന് പോലും അറിയില്ല. വായിച്ചു നോക്കണം ഹിരോഷിമയിൽ 1945 സംഭവിച്ചത്. അന്ന് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് 7-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, 2 പത്രോസ് 3:7, ഭൂമി സ്വയഹത്യയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ, അത് സ്വയഹത്യയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. പത്രോസ് ഉപയോഗിക്കുന്നൊരു പദമുണ്ട്. പത്രോസ് ഉപയോഗിക്കുന്ന പദം 10-ാം വാക്യത്തിൽ, ഭൂമി കൊടുമുഴക്കത്തോടെ മാറിപ്പോകും. കൊടുമുഴക്കം. ഈ കൊടുമുഴക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പദം ഗ്രീക്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ പത്രോസ് മാത്രമേ ഇത് എഴുതിയിട്ടുള്ളൂ. ഈ കൊടുമുഴക്കം എന്ന് പറഞ്ഞാൽ അമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സീൽക്കാര ശബ്ദം, അല്ലെങ്കിൽ വെടിവെക്കുന്ന സമയത്ത് ഒരു അത് പൊട്ടുന്നൊരു ശബ്ദമെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പാമ്പ് ചീറ്റുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ചീറ്റലിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ ജലം തുടിക്കുമ്പോൾ ഉണ്ടാകുന്ന, അതിനെ ഈ കൊടുമുഴക്കം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ വലിയ മുഴക്കം എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനൊരു ശബ്ദമുണ്ടാകും. എന്താണ് ആ ശബ്ദം എന്നറിയാമോ? അണുബോംബിൻ്റെ ശബ്ദം. അതാണ് പത്രോസ് പറഞ്ഞത്. കൊടുമുഴക്കം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ ചീറ്റലിൻ്റെ ശബ്ദം പോലെ, അമ്പിൻ്റെ സീൽക്കാര ശബ്ദം പോലെ, ജലം തുടിക്കുമ്പോൾ തിരയല്ല, ജലം തുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, അതുപോലെയാണ് ഈ പറഞ്ഞ അണുബോംബിൻ്റെ ശബ്ദം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞിരുന്ന പത്രോസിന് കാണിച്ചു കൊടുത്തു. കാരണം അന്ന് വരെ ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ആർക്കും ഉണ്ടായിരുന്നില്ല. അവിടെ പറയുന്നത് ആറ്റം അല്ലെങ്കിൽ അണു ലോകം മുഴുവൻ കത്തിക്കാൻ പോകുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അങ്ങനെ 10ാമതായി സംഭവിക്കാൻ പോകുന്നത് 9 ഞാൻ പറഞ്ഞു. ഈ സമയം ദൈവം ഭൂമി അഗ്നിക്കിരയാകും, സകല മനുഷ്യരും നിത്യതയിലേക്ക് പ്രവേശിക്കും. ഭൂമി പിന്നില്ല, സകല മനുഷ്യരും നിത്യതയിലേക്ക് പ്രവേശിക്കും. അവിടെയാണ് അവിശ്വാസികളായി അല്ലെങ്കിൽ കർത്താവിനെ അംഗീകരിക്കാതെ മരിച്ച ആളുകൾ ഉയർക്കുന്നത്. അവിടെയാണ് അവരെ ഉയർത്തു കഴിഞ്ഞാൽ വെള്ളസിംഹാസനത്തിങ്കിലെ ന്യായവിധിയിങ്കിലേക്ക് അവരെ കൊണ്ടുപോകും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ന്യായവിധി അതാണ്. അടുത്തത് 11ാമതായി പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇറങ്ങി വരും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇറങ്ങി വരും. അത് കാരണം പഴയ ഭൂമിയില്ല, പിന്നീടൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, എല്ലാം പുതുതായിത്തീരും. ക്രിസ്തു രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയെയും കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വിശദമായി പറയുന്നുണ്ട്. അതേക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പുതിയ ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ 2 പത്രോസിൽ നാം വായിച്ചത് അത് നീതി വസിക്കുന്ന ഒരു സ്ഥലമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമി. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ചരിത്രത്തിൽ നിന്നും സംഭവിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് നിങ്ങളെ നയിക്കുകയായിരുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, കെട്ടുകഥയല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം ഞാൻ സമയമെടുത്ത് നിങ്ങളോട് പറഞ്ഞത് ഇത് വിശ്വസനീയമാണ്, ഇത് ദൈവാത്മപ്രേരിതമാണ്, ഇത് ആധികാരികമാണ്. നാം മണ്ടം കളിക്കരുത്. ജീവിതമെന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരാനുള്ളതല്ല. ജീവിതമെന്ന് പറയുന്നതിനൊരു നിത്യതയുണ്ട്. അതിന് ദൈവം വെച്ചിട്ടുള്ള പ്രമാണങ്ങളുണ്ട്. അത് അനുസരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. പത്രോസ് പറയാണ് നീതി വസിക്കുന്ന ഒരു ഭൂമിയായിരിക്കും അത്. നീതി എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ ശരി മാത്രമേ കാണൂ. നീതി ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് നീതി 1000 ആണ്ടിൽ സമുദ്രത്തിലെ വെള്ളം പോലെ ഭൂമിയിൽ നീതി വസിക്കുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ നമുക്കറിയാൻ സാധിക്കും. അത് നീതിപൂർവമല്ല. ഒരുപാട് വ്യാജമുണ്ട്, തെറ്റുണ്ട്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നവരാണ്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. എനിക്ക് ലാഭമുണ്ടാകണം എന്നതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. നീതി വസിക്കുന്ന ഒരു ഭൂമിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമുക്ക് ആകെ ആശ്വസിക്കാനുള്ളത് കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2 വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ആ പുതിയ ആകാശത്തിൽ പുതിയ ഭൂമിയിൽ ദൈവം അതിലുണ്ട്. ഇന്ന് ദൈവം പരിശുദ്ധാത്മാവിലൂടെ ആകുന്നു മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഉള്ളത്. എന്നാൽ ഇന്ന് ഈ ഭൂമി സാത്താൻ്റെ അധീനതയിലാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ ഭൂമിയിൽ ദൈവം വസിക്കും. അവൻ ആളത്വമായി ഭൂമിയിൽ ഉണ്ടാകും അന്ന്. എന്നിട്ട് 4-ാം വാക്യത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു ദൈവം നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടയ്ക്കും എന്ന് പറഞ്ഞാൽ എല്ലാ വേദനകളും തുടച്ചു മാറ്റപ്പെടും. മരണമില്ല. മരണമാണ് ഏറ്റവും വലിയ ശത്രു. പാപത്തിൻ്റെ ശമ്പളമായ മരണം. പാപം ചെയ്തത് മൂലമാണ് മനുഷ്യൻ മരണത്തിലേക്ക് പോയത്. ശാരീരികമായ മരണം മാത്രമല്ല, ആത്മീക മരണം, ദൈവത്തിൽ നിന്ന് വേർപെടുന്ന അവസ്ഥയും. ഇനിയും മരണമില്ല. പിന്നെ പറയുന്നു കഷ്ടതയും ദുഃഖവും മുറവിളിയും ഇല്ല. ഇനി വേദനയില്ല. ഇതെല്ലാം 4-ാം വാക്യത്തിൽ പറയുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ. എന്നിട്ട് പറയുന്നു ദൈവം എല്ലാം പുതുതാക്കുന്നു. ദൈവം എല്ലാം പുതുതാക്കാൻ പോകുകയാണ്. പത്രോസ് പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞപ്പോൾ ചില ആളുകൾ പരിഹസിച്ചു. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ് ചിലർ ചിരിച്ചു തള്ളി. ഇത് ലോത്തിൻ്റെ സമയത്ത്, നോഹയുടെ സമയത്ത് ജലപ്രളയം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ
നോഹ പ്രസംഗിക്കുക. ഏതാണ്ട് 100 ചില്ലുവാനം വർഷം നോഹ പ്രസംഗിച്ചു. 120 എന്നാണ് പറയുന്നത്, കൃത്യമായി നമുക്കറിയില്ല. ഏതായാലും നോഹ പ്രസംഗിച്ചാൽ കേട്ട് നിന്നവർ പറഞ്ഞ് ഈ മനുഷ്യന് വട്ടളകിയിരിക്കുക. കാരണം അതുവരെ അവർ മഴ കണ്ടിട്ടില്ല, അതുവരെ അവർ ജലപ്രളയം കണ്ടിട്ടില്ല, അതുവരെ എങ്ങും വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ മനുഷ്യൻ ഒരു വലിയ പെട്ടകം പണിയുകയാണ്. ബോട്ടല്ല പണിയുന്ന പെട്ടകം, ഒരു വലിയ പെട്ടകം പണിയുകയാണ്. എന്ത് വട്ടായി മനുഷ്യന്! എല്ലാവരും ചിരിച്ചു തള്ളി. ലോകചരിത്രത്തിൽ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ചിരിച്ചു തള്ളുന്ന ഒരു കൂട്ടം വിഡ്ഢികളുണ്ട്. അവരെപ്പോഴും ചിരിച്ചു തള്ളും, യാഥാർത്ഥ്യങ്ങളെ ഒരിക്കലും അവർ ഫേസ് ചെയ്യത്തില്ല. ഇവിടെ അതാണ് സംഭവിച്ചത്. ഇവിടെ നാം പറയും ചിലർ ഇത് പരിഹസിച്ച് തള്ളും. 2 പത്രോസ് 3:4 നോഹ പ്രസംഗിച്ചപ്പോൾ, പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ, എന്തിന് ഹേരോദാവിൻ്റെ അവിടെ വിദ്വാൻമാർ വന്നപ്പോൾ എല്ലാവരും ചിരിച്ചു തള്ളി. നമുക്ക് മനസ്സിലാകാത്തതിനാൽ സത്യം അസത്യമാകില്ല. ഓർത്തോണം, നമുക്ക് മനസ്സിലാകാത്തതിനാൽ സത്യം അസത്യമാകില്ല. യാഥാർത്ഥ്യത്തെ നമുക്കൊരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല. എന്നിട്ട് പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അത് കൺക്ലൂഷനിലേക്ക് വരികയാണ്. 21:7 ആരാണ് ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നത്? 21:7 പറയുന്നതാണ്, ജയിക്കുന്നവന് ഞാൻ ഈ അവകാശം നൽകും. ജയിക്കുന്നവന് ഞാൻ ഈ അവകാശം നൽകും. തോൽക്കുന്നവനല്ല, ജയിക്കുന്നവൻ. ആരാണ് ജയിക്കുന്നത്? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1 യോഹന്നാൻ 5:4-5 അവിടെ നാം വായിക്കുന്നത്, നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അവരാണ്. ആ വാക്യം ഞാൻ വായിക്കാതെ പോകാൻ തരവില്ല. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. ഒരു മിനിറ്റ് ഞാൻ വായിക്കാം. 1 യോഹന്നാൻ 5:4-5. ഓക്കെ, 5:4-5 അവിടെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നോക്കണേ, ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ച വിഷയമാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക, ഉയരത്തിൽ നിന്ന് ജനിക്കുക. അവനാണ് ജയിക്കുന്നവൻ. ഇവിടെ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അടുത്ത വാക്യം, 5-ാം വാക്യം, യേശു ദൈവപുത്രനാകുന്നു എന്ന്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? മനോഹരമായിരിക്കുന്നില്ലേ? യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ യേശു യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത യാഥാർത്ഥ്യം യേശു പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ ഈ വാഗ്ദത്തം, ഈ കാണുന്നതൊക്കെ ജയിക്കുന്നവനുള്ളതാണ്. ആരാണ് ജയിക്കുന്നത്? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനാണ് ജയിക്കുന്നവൻ. അതെ, എല്ലാ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാ ദൈവമക്കൾക്കും അവകാശപ്പെട്ടതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. എന്നാൽ തള്ളപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അതാരാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അത് വായിക്കരുതെന്ന് ഞാൻ ചിന്തിച്ചതാണ്, കാരണം ഭയാനകമായിട്ടുള്ളൊരു വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ പറയുന്നത്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2ാമത്തെ മരണം. 7-ാം വാക്യത്തിൽ പറഞ്ഞു, ഇത് അവകാശമായി ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. അതിനു മുമ്പിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും. എന്നാൽ ഒരു കൂട്ടം ആളുകൾ തള്ളപ്പെടും. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ.
എന്നാൽ നമ്മളൊക്കെ ഭാഗ്യം സിദ്ധിച്ചവരാ. എന്താ കാരണം എന്നറിയാമോ? നമ്മൾ ജീവിക്കുന്ന കൃപായുഗത്തിലാണ്. ഈ യാഥാർത്ഥ്യം നാം കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നാം അത് അംഗീകരിക്കുന്നുവെങ്കിൽ നാം 7-ാം വാക്യത്തിൽ പറയുന്ന ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പോകും. അത് നാം അംഗീകരിക്കുന്നില്ല എങ്കിൽ 8-ാം വാക്യത്തിൽ പറയുന്നതായിട്ടുള്ള നിത്യനാശത്തിലേക്ക് തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പോകും. ഇന്ന് കൃപായുഗത്തിൽ അത് 100% നമ്മുടെ തീരുമാനമാണ്. നമ്മുടെ തീരുമാനമാണ്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, കെട്ടുകഥയല്ല. ആരും മണ്ടം കളിക്കരുതേ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അവൻ്റെ ആദ്യത്തെ വരവ് പ്രഖ്യാപിച്ചതിന് ശേഷം 2000 വർഷത്തിൽ 4000 വർഷം കഴിഞ്ഞിട്ട് അവൻ വന്നെങ്കിൽ, ആദ്യത്തെ വരവ് പ്രഖ്യാപിച്ചതിന് ശേഷം അവൻ 4000 വർഷം കഴിഞ്ഞ് വന്നെങ്കിൽ, തീർച്ചയായും അവൻ്റെ രണ്ടാമത്തെ വരവിൽ, മധ്യാകാശത്തിലെ വരവിന് 2000 വർഷമേ ആയുള്ളൂ. ഇനിയും കാത്തിരിക്കാം. വേഗം വരിക എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന അർത്ഥമേ ഉള്ളൂ. അല്ലാതെ നാളെ വരുമെന്നുള്ള അർത്ഥത്തിലല്ല. അവൻ എപ്പോൾ വരുമെന്നറിയില്ല. കള്ളൻ വരുന്നത് പോലെ അവൻ വരും. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ പരിശോധന ചെയ്യാം. ആരും പ്രലോഭിതരായി തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. ദൈവവചനം ഗ്രഹിച്ച് ശരിയായ തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ നാം എടുത്താൽ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ നിത്യതയിൽ കർത്താവിനോട് കൂടെ പാർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായി നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ അതിനോളം ഇവിടെ തന്നെ നാം സ്വർഗത്തിൻ്റെ അനുഭവം ആരംഭിക്കുകയാണ്. ഇവിടെ തന്നെ ആ അനുഭവം ആരംഭിക്കുകയാണ്. അതിൻ്റെ ക്ലൈമാക്സാണ് ഈ പറഞ്ഞതായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ചിന്തിച്ചു നോക്കൂ, എൻ്റെ അവസ്ഥ എന്താണ്? ആരെയും പേടിപ്പിക്കുകയല്ല, ഭയപ്പെടണ്ട. ഒരവസരമുണ്ട്. അഥവാ ഉറപ്പില്ലെങ്കിൽ ഒരവസരമുണ്ട്. ഉറപ്പുള്ളവർക്കായി ഞാനൊരു ദൈവപൈതലാകുന്നു. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ എടുക്കപ്പെടും. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഒരുങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു കർത്താവ് വരാൻ അടുത്തു പോയി. ഞാൻ ചോദിച്ചു എന്നാ പേടിയാണോ? പറഞ്ഞു ഇല്ല, ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ ഒരുങ്ങാന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ അല്പം ഫലിത രൂപേണ ചോദിച്ചു. അപ്പോൾ അവർക്ക് തന്നെ അറിയില്ല എന്താണ്. ഞാൻ പറഞ്ഞു ഒരുങ്ങുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒരുങ്ങാൻ ഒറ്റ കാര്യം, വിളക്കിനകത്ത് എണ്ണയുണ്ടായിരിക്കണം, ജീവിതത്തിൽ പരിശുദ്ധാത്മം ഉണ്ടായിരിക്കണം. അത് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവം അടുത്ത പരിശുദ്ധാത്മാവിനെ നമ്മളെ മുദ്രയിടുന്നു. അവരൊറ്റ കാര്യമേ ഉള്ളൂ. അതിന് സഭയം മാറണ്ട, അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലൂടെ ഒന്നും ചെയ്യണ്ട. അതൊക്കെ നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ആവശ്യമായ വേറെ കാര്യം. നാം കർത്താവിൻ്റെ മണവാട്ടിയായി തീരാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. ജീവിതത്തിൽ ആ ഉറപ്പുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉറപ്പില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിക്കാട്ടെ. ഈ വചനങ്ങൾ ഇവിടെ കേട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ട് പോകരുതേ, കൊണ്ടുപോകണം. ഇനി ഒരു പ്രാവശ്യം വന്ന് എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അവിടെ വരുമ്പോൾ കാണാമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ പോകുന്നത്. പ്രാർത്ഥിക്കാം, തലകള വണക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ചില അത്ഭുതമാർന്ന സത്യങ്ങളെ നാം ചിന്തിക്കുകയായിരുന്നല്ലോ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കഴിഞ്ഞ 6 യുഗങ്ങളിൽ കൂടി ലോകം കടന്നുപോയി. 7ാമത്തെ യുഗത്തിൻ്റെ ആ വാതിക്കൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അവൻ ഏത് സമയത്തും മധ്യാകാശത്ത് വരാം. അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ളവർ അവനോടുകൂടെ ചേർക്കപ്പെടും, ബാക്കിയുള്ളവർ തള്ളപ്പെടും. നമ്മളാരും തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാകാൻ പാടില്ല. ചിന്തിച്ചു നോക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിപ്പാൻ സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഇത്ര വലിയ പദവി നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഏതോ കുറേ കഥകളിലല്ലല്ലോ ജീവിക്കുന്നത്. പ്രിയ അച്ഛൻ ഓർപ്പിച്ചതുപോലെ കുറേ കെട്ടുകഥകളിലല്ലല്ലോ
ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, കുറേ ആദർശങ്ങളാണ്, കുറേ മതത്തിൻ്റെ പരിപാടികളാണെന്ന് ചിന്തിച്ച് ഞങ്ങൾ വിഡ്ഢികളായി പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് ഉന്നതമായ പ്ലാൻ അവിടുന്നുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഒരിക്കലും ലാഘവത്തോടുകൂടെ കണ്ട് നഷ്ടപ്പെടുത്താതെ അത് ഏറ്റവും ഗൗരവമായി കണ്ട് പ്രയോജനപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് രാത്രികാലം അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെല്ലാവരും ഇന്ന് ഈ ഹാളിനകത്തിരിക്കുന്നവരും ഈ ഗ്രൗണ്ടിനകത്തുള്ളവരും ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സകലരും ആ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ നീ സഹായിക്കണമേ. അതിനവരെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിനെ ഇന്ന് രാത്രികാലം കർത്താവെ കൈകാര്യം ചെയ്യുവാൻ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ ശക്തി കൊടുക്കണമേ, ബുദ്ധി കൊടുക്കണമേ, അതിനുള്ള ദൈവകൃപ കൊടുക്കണമേ. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ കർത്താവെ, ഞങ്ങൾ തമ്മിൽ വീണ്ടും കണ്ട് കൂട്ടായ്മ ആചരിപ്പാൻ അല്ല, ഞങ്ങൾ ഇനിയും കാണുന്നതിന് മുൻപ് അവിടുത്തെ വരവ് മധ്യാകാശത്തിലായാൽ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നമ്മളേവരോടും എന്നും നീക്കിയിരിക്കുമാറാകട്ടെ.